കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഡാൽ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദാൽ ഫ്രൈക്ക് വേണ്ടി 1 കപ്പ് മൂങ് ദാൽ എടുത്തിട്ടുണ്ട്, അതായത് ചെറുപയർ പരിപ്പ്. സാധാരണ നോർത്ത് ഇന്ത്യൻ പരിപ്പ് കറിക്കെല്ലാം ചെറുപയർ പരിപ്പാണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ വർഷങ്ങളോളം റെസ്റ്റോറൻറ്റുകളിൽ ചെയ്തു വന്നിരുന്ന ഡാൽ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ കുക്കറിൽ പരിപ്പെടുത്ത് ഒരു ചെറിയ 2 ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ പരിപ്പ് വേകുവാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇത് ഒരുപാട് പതഞ്ഞ് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ്, അതായത് കുക്കർ വിസിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് പതഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി കുക്കർ അടച്ച് ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഡാൽ ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും ചേർത്തിട്ടുണ്ട്, അതായത് നെയ്യ്. ഡാൽ ഫ്രൈ നമ്മുടെ സാധാരണ തുവരപ്പരിപ്പും അതുപോലെ മസൂർ ഡാൽ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡാൽ ഫ്രൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ നോർത്ത് ഇന്ത്യൻ ഡാൽ ഫ്രൈ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ഈ മൂങ് ദാൽ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പാണ് ചേർക്കാറ്. അതുപോലെ പഞ്ചാബ് സ്റ്റൈലിലൊക്കെ ഡാൽ ഫ്രൈ വരുമ്പോൾ അതിൽ കടലപ്പരിപ്പിൽ ഡാൽ ഫ്രൈ ചെയ്യാറുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കിന് 1/2 ടീസ്പൂൺ ജീരകം, സാദാ ജീരകമാണ്. അതുപോലെ 2 വറ്റൽ മുളകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞെടുത്ത ഒരു 2 കഷ്ണം പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർക്കേണ്ടത്. അത് രണ്ടും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം, അതായത് ഫൈൻ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേരള പരിപ്പ് കറിക്ക് ഇത് വഴറ്റുന്ന പോലെ അങ്ങ് ഒരുപാട് ഡ്രൈ ആക്കി ഇതെടുക്കേണ്ട ആവശ്യമില്ല. നോർത്ത് ഇന്ത്യൻ പരിപ്പ് കറിക്ക് ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പരിപ്പ് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരുമിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സാധാരണ ഡാൽ ഫ്രൈക്ക് തക്കാളി ചോപ്പ് ചെയ്തിട്ട് ഇതോടൊപ്പം ചേർത്ത് വഴറ്റിയെടുക്കാറാണ് ചെയ്യാറ്. എന്നാൽ ഞാൻ ചെയ്തു വന്ന ഒരു രീതിയാണ് ആദ്യം തന്നെ പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തക്കാളി പേസ്റ്റ് ചെയ്ത് ചേർക്കുന്നത്. അത് നല്ല റിസൾട്ട് അതിനുണ്ടായിരുന്നു. കറിക്ക് കൂടുതൽ ടേസ്റ്റ് അതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. മറ്റു പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് കളറൊക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതോടൊപ്പം തന്നെ അത് ചേർത്ത് വഴറ്റാവുന്നതാണ്. എരിവിന് വേണ്ടി ഇതിൻ്റെ അകത്ത് പച്ചമുളകുമുണ്ട്, വറ്റൽ മുളകുമുണ്ട്. കൂടുതൽ എരിവ് ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്താൽ മതിയാവും. ഒരു ട്രഡീഷണൽ നോർത്ത് ഇന്ത്യൻ ഡാൽ ഫ്രൈക്ക് മുളക് പൊടി ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കറിക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് നമ്മൾ റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് ഗ്രേവി കൂടുതലിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ചപ്പാത്തി, പൊറോട്ട, റൊട്ടി ഇവയുടെ കൂടെ കഴിക്കുന്നെങ്കിൽ കുറച്ച് കുറുകിയിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയും ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുവാൻ വേണ്ടി കുറച്ച് ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇതിൻ്റെ മേളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യൻ പരിപ്പ് കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് മല്ലിയില തന്നെയാണ്. മല്ലിയില ഇതിൽ മസ്റ്റാണ്.
കുറച്ച് മല്ലിയില, അതായത് ഏകദേശം ഒരു 1/4 കപ്പോളം മല്ലിയില അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗീയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്കും ഇതിൻ്റെ മുകളിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ദാൽ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തി, പൊറോട്ട, റോട്ടി, അതുപോലെ റൈസ് ഐറ്റംസ് ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ഐറ്റമാണ് ദാൽ ഫ്രൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.